ഞാൻ ഡോക്ടർ സ്വാതി. നമ്മൾ സംസാരിക്കുന്നത് മൈഗ്രെയിനെ കുറിച്ചാണ്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫോം ഓഫ് തലവേദനയാണ്. തലവേദനയുടെ പല ഫോമുകളിൽ ഒന്ന് മാത്രമാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് അതിശക്തമായ തലവേദനയാണ് വരുന്നത്. യൂഷ്വലി 10ൽ ഒരാൾക്ക് മൈഗ്രെയിൻ കാണപ്പെടുന്നു. ശാരീരികമോ മാനസികമോ ആയി ഉണ്ടാകുന്ന സമ്മർദ്ദം നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഉണ്ടാക്കുന്ന വേരിയേഷൻസ് ആകാം മൈഗ്രെയിന് കാരണമെന്ന് വൺ ഓഫ് ദ സ്റ്റഡി പറയുന്നുണ്ട്. പക്ഷേ എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ ഇതുവരെ നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല. മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഉറക്കം കുറയുകയാണെങ്കിലും ഉറക്കം കൂടുകയാണെങ്കിലും മൈഗ്രെയിൻ ഉണ്ടാകുന്നു. അതുപോലെ ആഡിക്വേറ്റ് ആയിട്ട് വെള്ളം കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയാണെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാകുന്നു. അമിതമായി ജങ്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത്, അമിതമായി കോഫി, ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്നു. സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ, വെയിൽ അമിതമായി കൊള്ളുകയാണെങ്കിൽ, ചില പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്മെല്ല് കാരണത്താലോ സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ കാരണത്താലോ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകാം. യൂഷ്വലി മൈഗ്രെയിൻ വരുന്നതിന് മുന്നേ ഒരു ഓറ ഉണ്ടാവും. ചില ആൾക്കാർക്ക് അത് പല ടൈപ്സ് ഓഫ് ഓറയായിട്ടായിരിക്കും വരുന്നത്. മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് അറിയാം മൈഗ്രെയിൻ വരാൻ പോകുന്നു എന്നുള്ള ഒരു സിംറ്റം നമ്മുടെ ബോഡി തന്നെ കാണിക്കും. അതായത് ചില ആൾക്കാർക്ക് അത് ഡബിൾ വിഷൻ ആയിട്ടായിരിക്കും, കാണുന്നത് വ്യക്തമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുന്നത് പോലെ ആയിരിക്കും, ഇങ്ങനെ റിങ് ചെയ്യുന്ന പോലെയൊക്കെ കേൾക്കുന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ടിംഗ്ലിംഗ് സെൻസേഷൻ, ഇങ്ങനെ ഒരു നംനെസ് പോലെ, അല്ലെങ്കിൽ തലയ്ക്കൊരു ഭാരം പോലെയൊക്കെ ആയിരിക്കും മൈഗ്രെയിൻ വരാൻ പോകുന്നു എന്നുള്ള സൂചനയായിട്ട് ബോഡി ഓറ കാണിക്കുന്നത്. പല ടൈപ്സ് ഓഫ് മൈഗ്രെയിൻ ഉണ്ട്. തലവേദനയോട് കൂടി ഒരു ശരീരഭാഗം തളർന്നു പോകുന്ന രീതിയിലാണെങ്കിൽ അത് ഹെമിപ്ലേജിക് മൈഗ്രെയിൻ എന്ന് പറയുന്നു. തലവേദനയോട് കൂടി അത് കണ്ണിന് ചുറ്റുമാണ് ഭയങ്കരമായ വേദനയെങ്കിൽ അത് ഒഫ്താൽമിക് ഹെഡേക്ക് അല്ലെങ്കിൽ ഒഫ്താൽമിക് മൈഗ്രെയിൻ എന്ന് പറയുന്നു. തലവേദനയോടൊപ്പം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അതിനെ അഫേസിക് മൈഗ്രെയിൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് ഉണ്ട്. മൈഗ്രെയിൻ ഉള്ളവർ കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് എണീക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഒരുപാട് സൺ എക്സ്പോഷറിന് വെയിലത്തിറങ്ങി നടക്കാനൊന്നും ശ്രമിക്കാതിരിക്കുക. ഏതൊക്കെ മണത്തിനാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകാൻ സാധ്യത എന്ന് തിരിച്ചറിഞ്ഞ് അതിനോടുള്ള എക്സ്പോഷർ കുറയ്ക്കുക, നന്നായി വെള്ളം കുടിക്കുക, സ്ട്രെസ്, ആൻസൈറ്റി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. സ്ട്രെസ് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക, ഈ ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള ഫോൺ യൂസ് കുറയ്ക്കുക, ചെറിയൊരു ഹെഡേക്ക് അല്ലെങ്കിൽ ഓറ ഉണ്ടാകുന്ന സമയം തൊട്ട് തന്നെ ഫോൺ യൂസ് കുറയ്ക്കുക, TV അമിതമായി, സ്ക്രീൻ ടൈം അമിതമായി കാണാതിരിക്കുക, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇവയെല്ലാം അമിതമായ ഉപയോഗം കുറയ്ക്കുക. ബേക്കറി ഐറ്റംസും ജങ്ക് ഫുഡും മൈഗ്രെയിൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അവ ഒഴിവാക്കുക. ലൈക്ക് ബ്രെഡ്, പഫ്സ്, സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ്, ചോക്ലേറ്റ്, കോഫി ഇവയെല്ലാം ഒഴിവാക്കുക. ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് MRI അല്ലെങ്കിൽ CT എടുത്തതിന് ശേഷം ഈ മൈഗ്രെയിൻ കാരണത്താൽ മാത്രമാണ് നിങ്ങൾക്ക് തലവേദന എന്ന് കണ്ടുപിടിച്ച് ബാക്കി കോസസ് എല്ലാം റൂൾ ഔട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.